വിളിക്ക. എനിക്ക് നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഷാജിനെ എല്ലാവർക്കും അറിയും. ആ ആ എടാ തട്ട് എടുത്തിട്ടാടാ, താട് അതെടുത്തിട്ടാടാ, അതെടുത്തിട്ടാടാ. ഉമ്മ ചട്ടി കാണിക്കാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. ഇങ്ങനെ തൊള്ളട തീടത്താ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. ജട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ആ നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട. യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട. പുളുത്തി പുളുത്തി. ആ ഇതാണ് സിനാനി, ഇതാണ് കഞ്ചാവടിയ മുത്തു, കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ. കഞ്ചാവടിയ മുത്തു ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല. ഞാൻ ഇട്ട വൈറൽ. കഞ്ചാവടിയ മുത്തു, കഞ്ചാവടിയ മുത്തു. ഹായ്, നമസ്കാരം. ഷാജിദ ഷാജി അപ്പോൾ എല്ലാ യൂട്യൂബിലൂടെ ആണെങ്കിലും ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആള് സ്വന്തം ഉമ്മയെ മടവാള് കൊണ്ട് വെട്ടാൻ വന്നെന്നും പറഞ്ഞിട്ടാണ് ആൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ജെട്ടി ഡാൻസ് കാണിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജെട്ടി ഡാൻസിന് അവരൊരു മടവാള് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ജെട്ടി ഡാൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു മകൾ ഒരുത്തർക്കും ജനിക്കാതിരിക്കട്ടെ എന്ന് 65 വയസ്സിനുള്ളിൽ ഇവരെയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു രീതിയിൽ വളർത്തിയെടുക്കുക. എങ്ങനെ നോക്കിയാലും ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും ആ അമ്മ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ വളർന്നത്, അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ട് വളർന്നതായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലും കണക്കിലാക്കാണ്ട് ഇപ്പം വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ വലുതാക്കി നോക്കിയപ്പോൾ ഉമ്മയ്ക്ക് യൂട്യൂബില്ല. അപ്പോൾ ഉമ്മയെ കൊണ്ട് റീച്ച് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിൽ ഉമ്മ തുപ്പുന്നതും ഒക്കെ എല്ലാം എടുത്തിട്ട് യൂട്യൂബിൽ വഴി വരുമാനം ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് അവരെ വെച്ചിട്ട് അരി വാങ്ങി കഴിക്കുകയാണെന്ന്. സത്യം അവരുടെ ഉമ്മയെ വെച്ചിട്ടാണ് അവരുടെ രീതിയിൽ അരി വാങ്ങി കഴിക്കുന്നത്. മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് തന്നെയാണ് ആ ഒരു രീതിയിൽ അവിടെ. ഇപ്പം സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ആ ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സ്വന്തം വീട്ടിൽ ഈ ഉമ്മയ്ക്ക് താമസിക്കാൻ പറ്റാണ്ടുള്ള രീതിയിലാണ് ഈ ഷാജിദ ഷാജിയും മക്കളും കൂടി അവിടെ കയറിയിരിക്കുന്നത്. ഇവർക്ക് വേണമെങ്കിലും വരുമാനമുണ്ട്. യൂട്യൂബ് വഴി നല്ല വരുമാനമുള്ള വ്യക്തിയാണ്. റീച്ച് ഒന്നിക്കൊന്നിന് കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു വാടക വീടോ എന്തെങ്കിലും എടുത്ത് 5 മക്കളെയും കൊണ്ട് മാറാം. പക്ഷെ ഇവർ മാറുന്നില്ല. ഇവർ ആ ഉമ്മയെ മനസ്സമാധാനത്തോടെ ആ വീട്ടിൽ വന്ന് താമസിക്കാൻ അനുവദിക്കുന്നില്ല. ആ ഒരു ഉമ്മയ്ക്കും ഇതുപോലൊരു ഗതികേട് വരരുത്. കാരണം മക്കളെ ഇത്രയും നാൾ വളർത്തിയെടുത്തിട്ട് ആ മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതൊരിക്കലും ഉമ്മ ആ ഒരു സ്ത്രീക്ക് ശാപം ഇട്ടാൽ അതൊരിക്കലും മായാൻ പോണില്ല. ഇനി അവർ എത്രയും കാശുണ്ടാക്കി യൂട്യൂബ് വഴിയും വേറെ കമ്പനി വഴിയൊക്കെയാണ് എന്തെങ്കിലും കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ ഉമ്മയ്ക്ക് ഒരു വില കൊടുത്തിട്ടില്ല എങ്കിൽ, ഇവർ ഇതിന് മാപ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിലെങ്കിൽ പോലും ഈ സ്ത്രീ ആ ഉമ്മയോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബലം നമ്മൾ കോടതിയിലല്ല ദൈവത്തിൻ്റെ കോടതിയിൽ കിട്ടും. അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരു അമ്മയെ വേദനിപ്പിച്ചാൽ അത് നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തി, അവർ ഇനി നോക്കിയില്ലെങ്കിലും പോട്ടെ, അവർക്ക് വഴക്കുണ്ടാക്കേണ്ടവർക്ക് പോവാമല്ലോ. പക്ഷെ അവർ വഴക്കുണ്ടാക്കി ആ ഒരു സീനിനെ യൂട്യൂബിൽ ഇടുക, യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. യൂട്യൂബിൽ അവർ കിടന്ന് ആറാടുകയാണ്. ആറാടെന്ന് വെച്ചാൽ അവർക്ക് കണ്ടന്റോട് കണ്ടന്റാണ്. അവർക്ക് ലൈവിലാണെങ്കിലും ഒരു ഓട്ടോ കയറിയാൽ ലൈവ്, സത്യം പറഞ്ഞാൽ ഒരു ഓട്ടോയിലിരിക്കുന്ന ലൈവ് കണ്ടു ആ വന്നതെന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. കാരണം ഓട്ടോ കയറിയ ലൈവ്, ബസ് സ്റ്റോപ്പിൽ ഇരുന്നാൽ ലൈവ്, എവിടെയെങ്കിലും പോയിരുന്ന ലൈവ്, സ്കൂളിലിരുന്ന ലൈവ്, ഇങ്ങനെ ഫുൾ ലൈവോട് ലൈവാണ്. എന്നിട്ട് സ്വന്തം കുടുംബക്കാർ, സ്വന്തം ഉമ്മയെ ഈ ലോകത്തിന് മുന്നിലേക്ക് അങ്ങ് കരിവാരി തേക്കുകയാണ്. ഇവരിടുന്ന വീഡിയോസ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. അപ്പം അത്രയും ആൾക്കാർ കാണുന്നു, അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഉമ്മയ്ക്ക് എന്ത് വിലയാണ് ഈ ഒരു സ്ത്രീ അവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം ഉമ്മയ്ക്ക് യൂട്യൂബിലല്ല. അപ്പം ഞാൻ പറയുന്നതൊക്കെ അവിടെ തന്നെ ഇരിക്കും, ഉമ്മ ആരോടും പറയാനും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആളിരുന്നത്. പക്ഷേ ആൾക്ക് തിരിച്ചടിയായിട്ട് ഒരു കാര്യം കൂടെ വന്നിരിക്കുകയാണ്. ഉമ്മ നമ്മുടെ ഇറ്റ്സ് മീ ഗെയ്സ് എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, ആള് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ പേഴ്സണലായിട്ട് ഇതുപോലെ ഫോൺ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷാജിദ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, ഉമ്മയ്ക്ക് യൂട്യൂബില്ല, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഉമ്മ ഒന്നും ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആ ഉമ്മയ്ക്ക് സ്വന്തമായിട്ട് എടുത്ത വീട്ടിൽ സ്വന്തമായിട്ട് എടുത്ത പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ആ 5 മക്കളെയും കൊണ്ട് ഇവർക്ക് മാറിപ്പോയിക്കൂടെ? ഇവരെന്തിനാണ് ആ വീട്ടിൽ ഇങ്ങനെ ചുമ്മാ അവർ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? എന്തുമാത്രം ഇനിയിപ്പോൾ അവർ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ ഈ യൂട്യൂബിൽ കയറി നിന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലാണ്, എനിക്ക് എന്തും പറയാം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സ്വന്തം ഉമ്മയെ ഈ കരിവാരി തേക്കുന്ന എന്തിനാണെന്നാണ് അറിയുന്നത്. ഇത്രയും നല്ലൊരു മകളെ കിട്ടിയ ഉമ്മയ്ക്കൊരു അവാർഡ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഓരോ നിമിഷം കഴിയുന്തോറും സ്വന്തം ഉമ്മയെ ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ ക്യാമറ എടുക്കും.
റീച്ചാണ് നമുക്ക് വലുത്. റീച്ച് വേണം, നമുക്ക് കാശ് ഉണ്ടാക്കണം. അതുകൊണ്ട് എന്ത് കാര്യം വീട്ടിനകത്ത് എന്ത് നടന്നാലും ഉടനെ ക്യാമറ എടുക്കും. ഇപ്പം അങ്ങനത്തെ ഒരു എന്നിട്ട് അത് ഉടനെ അപ്ലോഡ് ചെയ്യും. കാരണം നാട്ടുകാരൊക്കെ അറിയണമല്ലോ, സ്വന്തം വീട്ടിലുള്ള പ്രശ്നം വീട്ടിൽ തന്നെ തീർക്കാണ്ട് ഈ നാട്ടുകാരെ ഫുൾ അറിയിക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതാണ് ഇപ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന സ്വന്തം മക്കളെ കൊണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യണം. അമ്മ പുണ്യാളത്തിയാണ്, അമ്മ ഒരു തെറ്റും ചെയ്ത് അമ്മ പുണ്യാളത്തിയാണെന്ന് നമുക്ക് ആ ഒരു വീഡിയോസ് കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഉമ്മയെ കരിവരുത്തി വെച്ചിട്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം തോന്നുന്നു വെച്ചാൽ ഈ ഇത്രയും 5 മക്കളെ കൊണ്ട് ഈ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ആ ഒരു സ്ത്രീയെ ഇത്രയൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇവരാരെങ്കിലും നോക്കും. ഈ 5 പിള്ളേരുണ്ടെന്ന് പറയുന്നത് ആ 5 ചെക്കന്മാരാണ്. അപ്പം ആ 5 ചെക്കന്മാരിൽ ആരെങ്കിലും നോക്കും. സ്വന്തം ഉമ്മയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം കൊടുക്കാൻ കാണും. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവർ തന്നെയാണ് അവർ വളർന്നത്. ഈ സ്ത്രീയുടെ ഒപ്പം വളർന്നിടത്തോളം കാലം ആ പിള്ളേർക്കും ഈ ഒരു സ്വഭാവം എന്തായാലും കിട്ടിയിരിക്കും. അത് കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. അപ്പൊ ഈ എൻ്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണത്. ഒരു ഉമ്മാനൊക്കെയാണ് ഞങ്ങൾ ഇട്ടുകൊണ്ട് ചെയ്യുന്നത്. ഇതിൽ കാര്യം പറഞ്ഞാൽ ഞങ്ങളെ ചേരൂടിലാക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് കാണിച്ചതാ? സെഫീന കണ്ടോ? ഇതോട്ടോ സെഫീന പറഞ്ഞ ആള് ഞങ്ങളെ ചേരൂടിലാക്കാൻ ഇറങ്ങിയിരിക്കുക. അവർക്കൊരു ആവശ്യമില്ല ഞങ്ങൾ ചേരൂടിൽ. അവര് റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും, ഞങ്ങളെ അങ്ങനെ പറയാനായിരിക്കും. പക്ഷെ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ പിന്നെ ഉമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇതിട്ടത്. ഞങ്ങൾക്കും വലിയ താല്പര്യം. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് മറ്റേ ദീനിയായിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കണ്ട്. ഇങ്ങനെ ഡ്രസ്സിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയുക. അതും ഡ്രസ്സ് ഈ കോളേജിലൊക്കെ അടിച്ചു പൊളിച്ച് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരല്ല, ഒട്ടും ഇല്ലാത്ത ആൾക്കാർ, അർഹതപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും മക്കൾക്ക് സുഖമാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് ബുക്കിംഗ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ കുറേ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്താ പറയുക, ഏറ്റവും ആരൊക്കെ ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാർ ഞാനതിൽ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഞാൻ ഇന്ന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇനി ആരും മെസ്സേജ് അയക്കേണ്ട. ഇനി ക്രീമിൻ്റെ കാര്യത്തിന് മെസ്സേജ് അയച്ചാൽ മതി. ഡ്രസ്സ് ഞാൻ ഇൻഷാല്ല ഇനി അടുത്ത പ്രാവശ്യം ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ഇടാം. അപ്പോൾ നിങ്ങൾ അയച്ചാൽ മതി. ഇപ്പം എല്ലാവർക്കും ഏകദേശം ആയിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഇതായി. അപ്പോൾ ഇനി നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഉണ്ട്. റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം 70 രൂപയാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ ജില്ലകളാണെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കൂടും. അപ്പോൾ പിന്നെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഖത്തർ, സൗദി അറേബ്യ അങ്ങനെ 2 ഇതിലേക്ക് രാജ്യങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്രീമൊന്നും നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു 3 ക്രീമെങ്കിലും എടുത്താലാണ് അത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. എന്താ പറയുക, അരക്കി ആ വീഡിയോയിൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി ഇവിടെ നിന്ന് ഒരിടത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്രീ ആയിട്ട് പോലും വാങ്ങിക്കരുത്. പിറ്റേ ദിവസം അത് യൂട്യൂബിൽ വരും, അത് വീഡിയോ ആകും, പിന്നെ നിങ്ങൾക്ക് നാണം കെട്ട് പണ്ടാരടങ്ങും. അതിനെക്കാട്ടും നിങ്ങളാരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഇങ്ങനെയുള്ള വ്യക്തികളെ നിന്ന് ഒരു മുട്ടായി പോലും വാങ്ങി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിന്ന് അവർ തന്നു സ്നേഹത്തോടെ ഒരു കാര്യം വാങ്ങി കഴിക്കാണ്, അത് വാങ്ങി കഴിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് യൂട്യൂബിൽ കിടക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം ഇത്രയൊക്കെ ഒരു സൈഡിലിരുന്നിട്ട് ഒരു സൈഡിൽ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്, അടുത്ത സൈഡിൽ നോക്കുമ്പോൾ തെറിയോട് തെറി, പിന്നെ ഉമ്മയെ വഴക്ക് അങ്ങനെയുള്ള തെറിയോട് തെറി. അത് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഒരു ക്രീം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീമിനൊക്കെ എന്ത് എഫക്റ്റ് ആണുള്ളതെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയൊക്കെ കുറേ പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. തെറികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ക്രീം തന്നെയാണ് ഈ ഒരു ക്രീം. അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. അതും ഇവരുടെ ക്രീം വേണമെങ്കിൽ ഖത്തറിൽ നിന്നും എല്ലായിടത്തും സൗദി അറേബ്യ എല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കും. എന്ത് കണ്ടിട്ടാണ് ഇവരുടെ ക്രീമിന് എത്ര? സാധാരണ ഇവർ ഓരോ വീഡിയോസും ക്രീമിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഉപേക്ഷിക്കാതെയാണ് ഇവർ ക്രീം ഇടുന്നത്. അപ്പം ഈ വാങ്ങുന്ന ജനങ്ങൾക്ക്
ഈ ഫിൽറ്റർ ഇട്ടുള്ള ആ ഒരു ഇതിൽ കാണാം. അപ്പോൾ ഫിൽറ്റർ ഇടാണ്ട് അവർ വെളുപ്പിച്ച് കാണിച്ചിട്ട് ഓരോ ദിവസം ഓരോ നിറത്തിലും വെളുപ്പിച്ച ഒരു വീഡിയോയിൽ അവർ ഇടേണ്ടത്. അപ്പോൾ അവർ അതിടാണ്ട് ഈ ഫിൽറ്റർ ഇട്ടിട്ട് ഇന്ന ക്രീം 3 മേടിച്ചാൽ നിങ്ങൾക്ക് ലാഭമാവും, ഒരെണ്ണം മേടിക്കുന്നത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കസ്റ്റമറെ ആരാധകരെ ഇങ്ങനെ ആകർഷണത്തോടു കൂടി നല്ല സൗമ്യമായിട്ടുള്ള സംസാരത്തോടു കൂടി അവരിങ്ങനെ അനുനയിപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന. ഒരു വശം മാത്രമല്ല, മറുവശം കൂടി ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇവർ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ സ്വന്തം ഉമ്മയെ വിറ്റ് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത് തന്നെ പറയാം. ഇപ്പം യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഇവരെ കുറിച്ച് വിറ്റിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് ഇപ്പം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം യൂട്യൂബാണ് പൈസ കൊടുക്കുന്നത്. ഇവർ ഉമ്മയെ വിറ്റ് ജീവിക്കുന്നുണ്ട്. ഉമ്മയെ തെറി പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ വൃത്തികെട്ട ഒരു സ്ത്രീയാക്കി മാറ്റിയിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ആ ഒരു പൈസ അവരാണ്, ആ ഒരു പൈസയിലുള്ള ആഹാരം അവർ കഴിക്കുന്നത്. ആ കഴിച്ചിട്ട് സ്വന്തം മക്കളെ കൊണ്ട് സ്വന്തം ഉമ്മയെ ഒറ്റപ്പെടുത്തിയിട്ട് എന്നെയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത്രയും നല്ലൊരു മകളെ കിട്ടിയ ആ ഒരു ഉമ്മ എന്ത് ഭാഗ്യവതിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലുള്ള മകളെ ആർക്കും കിട്ടരുതേ. ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന ഒരാൾ മേളിൽ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ എത്ര ഇനി മുഖം കഴുകിയിട്ട് പ്രാർത്ഥിച്ചെന്നാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം സ്വന്തം ഉമ്മ ആ ഒരു പെറ്റവരാണ്. നിങ്ങളും അതുപോലൊരു അവസ്ഥയിൽ ഈ ഒരു വയസ്സിലെത്തുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉമ്മ എന്താണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ചോരത്തിളപ്പിലേക്ക് ഒന്ന് ആറാടുകയാണ്. നിങ്ങളുടെ യൂട്യൂബ് ഉണ്ട്, എല്ലാവരും കണ്ടാൽ എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഞാനൊരു യൂട്യൂബ് ചാനലാണ്, ഞാനൊരു ബ്ലോഗറാണ്, എനിക്ക് യൂട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആനേരം കൊണ്ട് നല്ല 4 അക്ഷരം വായി നിന്ന് പറയാൻ നോക്കിയാൽ അത്രയും നല്ല സ്വന്തം ഉമ്മയെ ഇനിയെങ്കിലും ചേർത്ത് നിർത്തിയാൽ ആ ഒരു നന്മയെങ്കിലും കൂടെ ഉണ്ടാകും. കാരണം കുറിച്ചിട്ട് മക്കളെ വെച്ചിട്ട് സ്വന്തം ഉമ്മയെ തള്ളി പറയുന്നു, ഉമ്മയ്ക്കെതിരെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പം ഷാജിക്ക് എന്തെങ്കിലും വന്നാലും സ്വന്തം ഉമ്മയാണ് കാരണക്കാരി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമെന്നേ പറയാൻ പറ്റത്തുള്ളൂ.